എനിക്കിവിടുന്ന് ഒരു ഫാമിൽ നിന്ന് ഒരാൾ കുറച്ച് മുന്തിരിങ്ങ കൊണ്ട് തന്നിട്ടുണ്ട്. നല്ല മുന്തിരിങ്ങ, തൊലി കട്ടി കുറഞ്ഞതും നല്ല മധുരമുള്ളതും കുരുവില്ലാത്തതായിട്ടുള്ള മുന്തിരിങ്ങ. അപ്പോൾ ഇതും കൊണ്ട് നമുക്ക് ഹൽവ ഉണ്ടാക്കി കഴിക്കാൻ നല്ല രുചിയായിരിക്കും. അധികം മധുരമൊന്നും ചേർക്കണ്ട, നമുക്ക് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. അത് നല്ല മധുരമുള്ള മുന്തിരിങ്ങ. അപ്പോൾ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് ടാപ്പ് വാട്ടർ തുറന്ന് വിട്ടിട്ട് കുറേ നേരം അതങ്ങനെ കഴുകും. അതിന് ശേഷം അതിൻ്റെ അല്ലി അടർത്തി ഓരോന്നോരോന്നായിട്ടെടുത്ത് അതിൻ്റെ ഞെടുപ്പൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് മൊത്തമായിട്ട് അങ്ങനെ കാണിക്കാൻ എനിക്ക് പറ്റത്തില്ല, ഞാൻ തന്നെ വീഡിയോ പിടിക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുന്നുള്ളൂ. മൊത്തം അടർത്തിയിട്ടിട്ട് ഞാൻ കാണിക്കാം. അങ്ങനെ കഴുകി കുറേ പ്രാവശ്യം കഴുകണം. അതിനകത്ത് ഒത്തിരി വിഷമൊക്കെ അടിച്ച് വരുന്നത്, കിളിയൊക്കെ തിന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വിഷം അടിക്കും. അവർ കൊണ്ട് തരുന്നവർ തന്നെ പറയുന്നുണ്ട് നന്നായി കഴുകിയിട്ടേ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ അത് അങ്ങനെ കഴുകി വൃത്തിയാക്കി ഞാനിപ്പം കുറച്ച് കല്ലുപ്പാണ് ഇടുന്നത്. കല്ലുപ്പും ഇട്ട് എൻ്റെ കയ്യിൽ വൈറ്റ് വിനാഗർ ഉള്ളത്, വൈറ്റ് വിനാഗറും ഒരു 3-4 സ്പൂണ് ഒഴിച്ച് 6 മണിക്കൂർ ഞാനത് സോക്ക് ചെയ്ത് വയ്ക്കും. വിനാഗിരിയും കല്ലുപ്പും ഒഴിച്ചാൽ വിഷാംശമൊക്കെ പോകുമെന്നാണ് പറയുന്നത്, ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാനും അങ്ങനെയാണ് കഴുകി വൃത്തിയാക്കി. എല്ലാ പഴങ്ങളും അങ്ങനെ തന്നെയാണ് കഴുകിയെടുക്കുന്നത്. ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് അടി കട്ടിയുള്ളൊരു പാത്രം അടുപ്പയിൽ വെച്ച് അതിലൊഴിച്ച് തിളപ്പിക്കുക. നമ്മൾ ആദ്യത്തെ അരച്ച് വരുമ്പോൾ തന്നെ ജ്യൂസായി വരുമ്പോൾ തന്നെ സ്റ്റൗവിൽ പാത്രം വെച്ച് ഒഴിച്ച് തിളപ്പിക്കുക. ഇതിപ്പോൾ ലാസ്റ്റിലത്തെ ഞാൻ ഒഴിച്ച് കാണിച്ചത് നിങ്ങളെ. ഒഴിച്ചത് എപ്പോഴും ഇളക്കേണ്ട കാര്യമില്ല, ഇത് വല്ലപ്പോഴും ഇളക്കിയാൽ മതി. ഇപ്പം അതൊരു കുറുകി വരുന്നത് വരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, കൈവിടാതെ ഇളക്കേണ്ട കാര്യമില്ല. കുറച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കോൺഫ്ലോർ ചേർക്കാം. ഞാനിപ്പം 2.5 ജാറ് മുന്തിരിങ്ങ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതിലേക്ക് 3 സ്പൂണ് കോൺഫ്ലോറാണ് ചേർത്ത് നന്നായിട്ട് വെള്ളത്തിൽ കലക്കി മിക്സ് ചെയ്ത്, നല്ലപോലെ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് പാല് പോലെ ആവും. അപ്പം അതാണ് ഹലുവ ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട്, അടുപ്പിലോട്ട് നമ്മളിത് ഒഴിച്ച ഉടനെ കൈവിടാതെ നല്ലപോലെ ഇളക്കണം, ഇല്ലെങ്കിൽ അത് കട്ട പിടിച്ചു പോകും. അപ്പോൾ ആ ഭാഗം ഞാൻ കാണിക്കുന്നില്ല, കാണിക്കാൻ പോയാൽ ഇത് മൊത്തം കട്ട പിടിക്കും. അതുകൊണ്ട് കലക്കി ഒഴിച്ച് ഞാൻ ഇളക്കി കഴിഞ്ഞിട്ടേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ കേട്ടോ. നന്നായിട്ട് അപ്പം തന്നെ ഇളക്കി നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ഇത് കട്ടയൊന്നുമില്ലാതെ നല്ലപോലെ ഇങ്ങനെ കലക്കി എടുത്തിട്ട് വേണം അതിലേക്ക് ഒഴിക്കാൻ. അതിലൊഴിച്ചാൽ ഉടൻ നന്നായിട്ട് ഇളക്കണം, കട്ടയൊന്നും ആവാതെ ഇളക്കിയെടുത്ത്. ഇത് ഇപ്പം ഞാൻ ഒഴിച്ച് ഇളക്കി നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇപ്പം വീഡിയോ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് ഇതിനിടയ്ക്ക് ഞാൻ ഇതിനകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പോ എന്തെങ്കിലും നട്ട്സൊക്കെ ഇതിനകത്ത് ഇടാം. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മുന്തിരിങ്ങ ഹൽവയ്ക്ക് അങ്ങനെ നട്ട്സൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണ്, ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. കോഴിക്കോടൻ ഹൽവയൊക്കെ വെളിച്ചെണ്ണയിലല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ രുചി വരണമെങ്കിൽ, കോഴിക്കോടൻ ഹൽവയുടെ രുചി വരണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടാക്കണം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത്. അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഒഴിച്ച് അടി പിടിക്കുമെന്ന് തോന്നുമ്പോൾ, ഒരു കട്ടി വരുമ്പോൾ ഇളക്കാനൊരു ബുദ്ധിമുട്ട് തോന്നുമ്പം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞ് ഇതുപോലെ നമ്മളിങ്ങനെ ഇളക്കി കഴിയുമ്പോൾ അത് ഇങ്ങനെ കൂടി വരാൻ വേണ്ടിയിട്ട് താമസം വരുന്നില്ല, അതാണ് അതിൻ്റെ പരുവം. അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്നത് ഇങ്ങനെയാണ്, ഇതാണ് ഇതിൻ്റെ പരുവം. ഇത് നമ്മൾ ഒരു പാത്രത്തിൽ എണ്ണ തേച്ച് വെച്ചിരുന്നിട്ട് അതിലോട്ട് ഇതങ്ങോട്ട് ഒഴിച്ച് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ വശം വെച്ചിട്ട് എണ്ണയിൽ ഒരു സ്പൂണിനടിയിലൊക്കെ എണ്ണ ഒന്ന് തൊട്ടിട്ട് മേൽവശമൊക്കെ ഒന്നിങ്ങനെ മിനുക്കി ലെവലാക്കി വെക്കുക. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മുറിച്ച് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഹലുവ കഴിക്കാം. അത്ര എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല ഹലുവ ഉണ്ടാക്കുന്നത്, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ആ വെള്ളം വറ്റുന്നവരേക്കും നമുക്ക് അടുപ്പിച്ച് ഇളക്കണ്ടാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല. എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല രുചിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.